നമസ്കാരം, തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ പ്രോസിക്യൂഷൻ എതിർത്തു. ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ അത് കേസ് അന്വേഷണത്തെ ബാധിക്കും. തുടർന്നാണ് ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് ഏറ്റുമാനൂർ കോടതിയിൽ പ്രോസിക്യൂഷൻ റിപ്പോർട്ട് നൽകിയത്. പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇയാളുടെ മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് വന്നതിനു ശേഷം ഇയാളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ഷൈനിയോടും മക്കളോടും ഇയാൾ മരിക്കാൻ പറഞ്ഞതായും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിനു ശേഷം വീണ്ടും കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിച്ചത്. പരിശോധനാ റിപ്പോർട്ട് വരുന്നതുവരെ ഇയാൾക്ക് ജാമ്യം നിഷേധിക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. കഴിഞ്ഞ ദിവസം ഇയാളുടെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ടിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കാനും പോലീസിനോട് നിർദ്ദേശം നൽകിയിരുന്നു. ഇയാൾക്കെതിരെ ഇനിയും തെളിവുകൾ ശേഖരിക്കണമെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമെന്നും പറഞ്ഞ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അതേസമയം ഷൈനിയെയും മക്കളെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുകയാണെന്ന് ജ്ഞാനായ സഭ വ്യക്തമാക്കി. സഭയെയും ആശുപത്രിയെയും അവഹേളിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഷൈനിയുടെയും മക്കളുടെയും മരണത്തിലുള്ള ദുരൂഹത മാറ്റണമെന്നും ഇതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഷൈനിയുടെയും മക്കളുടെയും മരണം സഭയെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സഭയെ അപമാനിക്കുന്നത് വേദനാജനകമാണെന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്ന വാർത്തകളും സംശയത്തിനും കുറ്റപ്പെടുത്തലുകൾക്കും കാരണമാകുന്നുണ്ട്. ഇതിന് ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ മുഖം നോക്കാതെ തന്നെ നടപടി സ്വീകരിക്കും. ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ ഭർത്താവിനും ഭർത്താവിന്റെ ഒരു ബന്ധുവായ വൈദികനും നേരെ പ്രതിഷേധം ഉയർന്നിരുന്നു. സഭ ഇതിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഇവരുടെ മരണം സംഭവിക്കില്ലായിരുന്നു എന്നാണ് പ്രതിഷേധക്കാർ പറഞ്ഞത്. ഷൈനി BSc നഴ്സിംഗ് പൂർത്തിയാക്കിയിരുന്നു. കൂടാതെ 12 ആശുപത്രികളിൽ ജോലിയും ചെയ്തിരുന്നു. സഭ വിചാരിച്ചിരുന്നെങ്കിൽ ഷൈനിക്ക് നല്ലൊരു ജോലി വാങ്ങി നൽകാമായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ പള്ളി മുഖേന പരിഹരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഷൈനി ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ പ്രതികരിക്കുന്നത്. നോബിയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ഷൈനി കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്തത്. ഇത് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞതുമില്ല. തുടർന്ന് കുടുംബശ്രീയുടെ പ്രസിഡന്റും ഷൈനിയും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ഈ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാറയ്ക്കലിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഷൈനിയുടെ ഫോൺ പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ ഫോണ് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതുവഴി നിർണായക തെളിവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷൈനി ആത്മഹത്യ ചെയ്യുന്ന ദിവസം പുലർച്ചെ നോബി ഷൈനിയുടെ ഫോണിൽ വിളിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഷൈനി ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ സംഭാഷണം ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ 9 മാസമായി സ്വന്തം വീട്ടിലായിരുന്നു ഷൈനി താമസിച്ചു വന്നത്. പല ജോലിക്കും ഷൈനി ശ്രമിച്ചിരുന്നു. തൊട്ടടുത്തുള്ള പാലിയേറ്റീവ് കെയറിലും ജോലി ചെയ്തിരുന്നു. നല്ലൊരു ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് മാനസിക സംഘർഷത്തിലായിരുന്നു ഷൈനി. കൂടാതെ വിവാഹമോചനത്തിന് ഭർത്താവ് സമ്മതിക്കുന്നുമില്ലായിരുന്നു. കുട്ടികളുടെ ചിലവിനും ഭർത്താവ് നൽകിയിരുന്നില്ല. ഭർത്താവിൽ നിന്നുള്ള പീഡനവും ജോലി ലഭിക്കാത്തതുമായുള്ള മാനസിക വിഷമമാണ് ഷൈനിയും മക്കളെയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത്. പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഷൈനി അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. തുടർന്നാണ് ട്രെയിനിന് മുന്നിൽ ചാടി ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യുന്നത്. ഷൈനിയുടെ മരണശേഷം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഭർത്താവ് നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.